നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാവേ. വെള്ളയപ്പം ഒരു മാവ് ഒഴിച്ച് ഇട്ടിച്ച് കൊടുക്കാം. അതിലിനി കൊമ്പളകൾ വരുമ്പോഴത്തേക്കും നമുക്കത് ഓട്ട പോലെ വരുമ്പോഴത്തേക്കും മൂടി കൊടുക്കാം. അപ്പോഴേ അപ്പം ശരിയായി വരുള്ളൂ. ഇപ്പം അപ്പത്തിന് ഓട്ടകൾ വന്നിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചു. നമുക്കപ്പം വേകട്ടെ. നമുക്ക് രണ്ടാമത്തെ അപ്പം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറേശ്ശെ ഒഴിച്ചുകൂടെ അത് മൂടി വെച്ചു. നമുക്ക് അപ്പം വെന്തിട്ടുണ്ട്. ഇതെടുക്കാം. നമുക്ക് ഉണ്ടോ അപ്പം കണ്ടോ? എന്ത് നല്ല അപ്പം നോക്കി. ഇനി അടുത്ത് വയ്ക്കാം. ഇതിന് നമുക്കൊരു കറി ഉണ്ടാക്കണം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമ്മൾ അപ്പം ഉണ്ടാക്കൽ നിർത്തി ഉരുളക്കിഴങ്ങ് സ്റ്റൂ വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പത്തിന് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് വെക്കുന്നത്. അത് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം. ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു ചെറിയ സവോള, ഉപ്പൂട്ട് അടപ്പത്തേക്ക് വെക്കാം. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇത്രയപ്പം മതി. ഇത്രയപ്പം ചുട്ട് കഴിഞ്ഞ് ഇനി ഉരുളക്കിഴങ്ങ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. അപ്പുറത്തെ അടപ്പിൽ ഉരുളക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. പാവയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പം അതിനകത്ത് പാവയ്ക്ക, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇത്ര സാധനമുള്ളൂ. പാവയ്ക്ക, ഉള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടിയിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതപ്പോൾ എണ്ണയ്ക്കകത്ത് ഉടക്കിടന്ന് മൂക്കട്ടെ. അപ്പുറത്തെ അടപ്പിൽ ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീൻ കറി ഉണ്ടാക്കണം. മീൻ വറുക്കണം, ചോറ് വെക്കണം. അപ്പോൾ അതവിടെ രണ്ടും അടപ്പത്തിൽ നിന്ന് വേവട്ടെ. മീൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഉപ്പ്, പിന്നെ തേങ്ങ, മുളകും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത് എല്ലാം ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇട്ടിട്ടില്ല. അത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളിടാം. അപ്പുറത്തെ അടുപ്പിൽ പാവയ്ക്ക മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവയ്ക്ക മൊരിഞ്ഞ് കഴിഞ്ഞ് ഇത്തിരി ഉണക്കമുളകിൻ്റെ പൊടി കൂടി അതിനകത്ത് ഇടണം. അപ്പോൾ തൽക്കാലത്തേക്കുള്ള പണികളെല്ലാം കഴിഞ്ഞ് ഇനി അരി വെക്കണം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ഇതാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, പ്ലീസ്. കറി തിളച്ച് തുടങ്ങി. ഈ കറിക്കകത്ത് കഷ്ണങ്ങൾ കുറച്ചിടാൻ പോകണേ. മീൻ കഷ്ണം പിന്നെ അതിനകത്ത് കിടന്ന് ഒന്ന് വേവട്ടെ. വേഗം പാവയ്ക്ക മെഴുക്ക് പുരട്ടി കണ്ടില്ലേ? പാവയ്ക്ക മെഴുക്ക് പുരട്ടിയല്ല, പാവയ്ക്ക ഫ്രൈ ആണിത്. കണ്ടില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കെ. പാവയ്ക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക്, വേപ്പില, ഉള്ളി എല്ലാം കൂടി അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയ്ക്കകത്ത്, അവിടെ എന്തെങ്കിലും എണ്ണയ്ക്കകത്ത്
പക്ഷെ അവസാനം ഇറക്കാൻ സമയത്ത് ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ മീൻ വറുക്കാനിടട്ടെ കേട്ടോ. മീൻ വറുക്കാനിട്ട് പാവയ്ക്ക കൂട്ടി നോക്കട്ടെ. പപ്പടം വറുത്ത് വലിപ്പുണ്ട്. ഇനി അടുത്ത സെക്ഷൻ ഇവിടെ വറവൊക്കെ ക്ലീൻ ചെയ്യണം. നമ്മളപ്പൊക്കെ ചെയ്ത് പോകുമ്പോഴെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സിങ്കിൽ പാത്രം വരച്ചിടുക, ഒന്ന് കൂട്ടാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം അപ്പം പാത്രങ്ങൾ കഴുകി വെക്കുക, ഇത് തുടച്ചിടുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പണികൾ ഒരുപാട് കുറഞ്ഞു കിട്ടും. വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അടുക്കള എപ്പോഴും. ഞാനെനിക്കൊരു 100 പ്രാവശ്യം തുടക്കും. അടുക്കളയിൽ കഴിയുമ്പോഴൊക്കെ ഇവിടെ ഞാൻ തുടച്ചു. ഈ ചോറ് വെക്കണം. മീൻകറിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. മീൻകറി ഞാനിപ്പോൾ എനിക്ക് ഓഫ് ചെയ്യാൻ പോകണേ. ഓഫ് ചെയ്ത് മൂടി വെക്കാം. പിന്നെ മീൻ വറുത്തത്, ഉച്ചയ്ക്കത്തെ പണി കഴിഞ്ഞു. പപ്പടം വറുത്തതുണ്ട്, മീൻ വറുത്തത്, പാവയ്ക്ക, മീൻകറി. ഇത് മതി, ഇത്രയും മതി. ഇതൊക്കെ തന്നെ ധാരാളം. ഓക്കെ. ഇനി അടുത്തത് സിങ്കിലിട്ടിരിക്കുന്ന പാത്രങ്ങൾ കഴുകണം. അധികം പാത്രങ്ങളൊന്നുമില്ല സിങ്കിൽ കഴുകാനായിട്ട്. അപ്പോൾ കഴിച്ച് 2 പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇത് കഴുകി വെച്ചാൽ എൻ്റെ പണി തുടങ്ങും. ഇവിടെ വെച്ചിരുന്ന തുണി എന്ത് ചെയ്ത് തുടക്കണത്? ഇത് വേറെയാണ് കേട്ടോ. ഇവിടെ തുടക്കുന്നതല്ല, പാത്രം കഴുകുന്നതല്ല. അതൊക്കെ ആരും മനപ്രയാസപ്പെടരുത്. അതിൻ്റെ വാട്ടിലേക്കുള്ള വേണ്ടി വെച്ചിട്ടുണ്ട്. ഉടനെ നമ്മൾ കൈക്കൽ തുണിയൊക്കെ കഴുകിയിടുക. അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ കൈക്കൽ തുണിയെല്ലാം കഴുകി അതെല്ലാം ഉണക്കി എടുത്ത് വെക്കണം. ഇത് വെയിലത്തുകൊണ്ടിടും. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചതോടുകൂടി ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതൊന്ന് വരാത്തതിനകത്ത് ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നുപോയി. ഞാൻ മൺകലത്തിലാണ് അരി വെക്കുന്നത്. ഈ അടുത്ത് ഏകദേശം ഒരു 2-3 മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട്. അപ്പോൾ ചോറ് നല്ല എന്താ പറയണത്, ഒന്നിലൊന്ന് തൊടാണ്ട് കിട്ടും നമുക്ക്. പിന്നെ മീൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് കാണിച്ചു തന്നില്ലേ, എന്താ
ഇതാണ് മീൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പം മീൻ കറി റെഡിയായി, എല്ലാ പണിയും കഴിഞ്ഞ്.